അതിന്റെ കളറൊന്ന് കാട്ടി കൊടുത്താണ്. ഇത് ചെറുതിന് എത്ര കളർ ഉണ്ട് കേട്ടോ. നോമ്പില്ലേ? സോറി. അങ്ങനെ നമ്മളെ നാട്ടിലും വത്തക കൃഷി വിളവെടുപ്പ് തുടങ്ങിക്കണേ. നമ്മള് വരുന്നത് വളരാട് എടയാട്ട് റൂട്ടിലാണ് കേട്ടോ. ഇങ്ങനെ പോയിട്ട് നമുക്ക് തോട്ടം ഒന്ന് കാണാം. അവിടെ പോയിട്ട് ഇവിടെ സാധാ വത്തക്കളാണ് ഈ ഭാഗത്ത്. അവിടെ ഇറാനി വത്തക്കാണ് കേട്ടോ. ആ ഏരിയകളിൽ നാട്ടുകാർക്ക് അതാ വത്തക്ക കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയില്ലേ? എല്ലാരും ലോഡ് നിറച്ചിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനും എടുത്തു വന്ന്. എല്ലാവരും വരിക. നല്ല അടിപൊളി സാധനമാണ്, നാടൻ സാധനമാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കളർ ഉണ്ടാവില്ല, ചുവപ്പ് കുറവാണ്. ഇത് മുറിച്ചപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് മുറിച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് സാധനം എടുത്ത് കൊണ്ടുപോകണം. അപ്പം എല്ലാവരും വന്ന് വാങ്ങും കേട്ടോ. നമ്മൾ വീഡിയോയിൽ വരാറുള്ള ആൾക്കാരൊന്നും വന്നിട്ടില്ല. നമ്മളെ നാട്ടും മിർസാണ്ട്, നമ്മളെ നാട്ടും മിർസാണ്ട്. അപ്പോൾ ഓന് തോട്ടം കാണാൻ പോവാണ്. കണ്ടിട്ട് അപ്പോ സെറ്റാക്കാം. അടിപൊളിയാണ്. മുറിച്ചു നോക്കി നല്ല ചോപ്പുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മളെ നാട്ടില് വത്തക്കൃഷി വരുന്നത്. അപ്പോ നമ്മളെ അബ്ദുട്ടിയാണ് തോട്ടത്തിന്റെ ആള്, കൃഷിക്കാരൻ. എന്റെ പേര് അബ്ദുട്ടി എന്നാണ്. ഞാൻ വളരാട് ആണ് എൻ്റെ വീട്. പാരമ്പര്യമായിട്ട് കൃഷി മേഖലയിൽ വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മളെ പാണ്ടിക്കാട് പഞ്ചായത്ത് തന്നെ ആദ്യമായിട്ട് വത്തക്ക പരീക്ഷണാടിസ്ഥാനത്തിൽ 5 ഏക്കർ ചെയ്തതാണ്. 2 വെറൈറ്റി ഐറ്റംസ് ആണുള്ളത്. ഒന്ന് മുക്കാസോ എന്ന് പറഞ്ഞ ഇറാനി മോഡലുള്ള വത്തയ്ക്ക്, 2 ജൂബിലി കിങ് എന്നുള്ള നമ്മൾ സാധാ നമ്മൾ കാലം കഴിയുമ്പോൾ നാട്ടിൽ കാണുന്ന വത്തയ്ക്ക് 2ആണ് കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ പന്നിൻ്റെ ശല്യം കൊണ്ടും മറ്റു ശല്യം കൊണ്ടും ഒരു 5-8 എണ്ണോളം നഷ്ടപ്പെട്ടു പോയി. ബാക്കിയുള്ള വത്തക്കയാണ് ഇപ്പോൾ ഇതുള്ളത്. ഇന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്നോട് സഹകരിച്ച് 25 രൂപയ്ക്കാണ് ഞാൻ ഈ ജൂബിലി കിങ് വെക്കുന്നത്. 30 രൂപയ്ക്ക് ഇറാനി. ഇവിടെ പിന്നെ വളരാടാണ് ലൊക്കേഷൻ വരുന്നത്. എല്ലാവരും വന്ന് എൻ്റെ ഉൽപ്പന്നം വാങ്ങി എന്നോട് സഹകരിക്കുക. എന്നെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റി തരിക എന്നുള്ള അഭ്യർത്ഥന കൂടി ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. പിന്നെ അപ്പോൾ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ സുഹൃത്ത്, നമ്മളെ കളിക്കൂട്ടുകാരനും സഹപാഠിയായിട്ടുള്ള അബ്ദുട്ടി യുവ കർഷകനാണ്. കാർഷിക മേഖലയിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന പിന്നെ അബ്ദുട്ടിൻ്റെ വത്തക്ക കൃഷിയിലാണ് ഇപ്പോൾ ഉള്ളത്. വത്തക്ക വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി പന്നികളുടെ ആക്രമണത്തിലും അതുപോലെ തന്നെ പിന്നെ പല നഷ്ടങ്ങളും അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ലാത്തൊരു വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ പറഞ്ഞത്. അപ്പം എല്ലാ ആളുകളും നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള പിന്നെ ജൈവ കൃഷി, അതായത് കീടനാശികളൊന്നും ഉപയോഗിക്കാത്ത നല്ല രീതിയിലുള്ള പിന്നെ വത്തക്ക പിന്നെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. പിന്നെ നമ്മളെ വളരാട് വന്നാൽ തന്നെ എല്ലാവർക്കും വത്തക്ക ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മളെ നാട്ടുകാർ അബ്ദുട്ടിന്റെ കൃഷിയിലാണ് തോട്ടം നമ്മൾ കണ്ടത്. ഇപ്പൊ ലൊക്കേഷൻ വരുന്നത് എവിടെ വെച്ചാല് പള്ളി കഴിഞ്ഞപാട് എടയാറ്റൂർ റോഡിന്റെ ഓപ്പോസിറ്റ് ഒരു പാടം കാണാം. ആ പാടത്താണ് ലൊക്കേഷൻ വരുന്നത്. എല്ലാവർക്കും അറിയാം. പുറത്തുനിന്ന് വരുന്ന ആൾക്ക് പ്രത്യേകം അറിയാത്തവർക്ക് പറഞ്ഞതാണ് കേട്ടോ.